ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഓട്സ് പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ഞാൻ ഈ പുട്ട് രണ്ട് വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 400 ഗ്രാം വൈറ്റ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. ഏത് തരത്തിലുള്ള ഓട്സും നിങ്ങൾക്കിതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇത് മുഴുവനും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ രണ്ട് വ്യത്യസ്ത രീതിയിലാണ് പുട്ടുണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പാക്കറ്റ് മുഴുവൻ ഓട്സും എടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ ഈ ഓട്സ് മുഴുവനും ഞാൻ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാതെ ഈ ഓട്സിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവുന്നത് വരെ, അതായത് ഓട്സ് റോസ്റ്റായി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ സമയം വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്യാതെയും പുട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ. പക്ഷേ ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കിയെടുക്കുമ്പോൾ ഈ പുട്ട് പഞ്ഞി പോലെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമായിരിക്കും. അപ്പോൾ ഓട്സ് ഇതുപോലെ റോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പുട്ടുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഓട്സ് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഓട്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഈ ഓട്സ് ഈ പാനിൽ തന്നെ വെക്കരുത് കേട്ടോ. അങ്ങനെ വെച്ചാൽ ഈ പാനിൻ്റെ ചൂട് കൊണ്ട് ഈ ഓട്സ് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഈ ഓട്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഈ ഓട്സ് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കാനായിട്ട് ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിത് 2 ബാച്ചായിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും പകുതി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ ഈ ഓട്സ് മുഴുവനും ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ പൊടിച്ചതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാനിതും നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ട് ഈ ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. അതിനു മുമ്പ് ഞാൻ ഇതിൽ നിന്നും കുറച്ച് പൊടി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പൊടി നനച്ചെടുത്തതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കണം. അപ്പോൾ പൾസ് ചെയ്തെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാനാണ് നമ്മൾ ഇതിൽ നിന്നും കുറച്ച് പൊടി മാറ്റി വെക്കുന്നത്. ഇനി ഈ പൊടിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഉപ്പ് ഈ പൊടിയുടെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ പൊടി കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് നനച്ചെടുക്കുക. വെള്ളം ഇതിലേക്ക് ഒരുമിച്ച് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുക്കുക. ഇത് നനച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും. ഗോതമ്പ് പൊടി പോലെയല്ല, കുറച്ചുകൂടി സ്റ്റിക്കിയാണ് ഓട്സിൻ്റെ പൊടി. അപ്പോൾ ഈ പൊടി കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും വെള്ളം കൂടിപ്പോയില്ലേ എന്ന്. ഇതിൽ വെള്ളം കൂടിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇത് മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ മാറ്റി വെച്ച ഓട്സ് പൊടി ഇല്ലേ, അതും കൂടി ഇട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുമ്പോൾ വെള്ളം കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ ഈ പൊടി നനച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിൽ നിന്നും പകുതി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓട്സ് പൊടിയിൽ നിന്നും പകുതി ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് പൾസ് ചെയ്തെടുക്കുക. ഇത് പൾസ് ചെയ്തെടുക്കുമ്പോൾ മിക്സിയുടെ റൈറ്റ് സൈഡിലേക്കല്ല ലെഫ്റ്റ് സൈഡിലേക്ക് കറക്കിയിട്ട് വേണം കേട്ടോ പൾസ് ചെയ്തെടുക്കാൻ. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഒരുപാട് അങ്ങോട്ട് കറക്കിയെടുക്കാതെ ഒന്നങ്ങോട്ട് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒട്ടും കട്ട കെട്ടാതെ വെള്ളമൊക്കെ കറക്റ്റായിട്ട് ഈ പുട്ടുപൊടി കിട്ടും. ഇനി ഞാനിത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ഒട്ടും കട്ട പിടിക്കാതെ വെള്ളമൊക്കെ കറക്റ്റായിട്ട് കിട്ടിയത്. ഇങ്ങനെ ചെയ്തെടുത്ത പുട്ടുപൊടി കൊണ്ട് പുട്ടുണ്ടാക്കിയെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെയുള്ള പുട്ടുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടിയും ഇതുപോലെ പൾസ് ചെയ്തെടുക്കാം.
ഞാനെടുത്ത ഓട്സിൻ്റെ പകുതിയാണ് എടുക്കുന്നതെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒരു തവണ പൾസ് ചെയ്തെടുക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓട്സ് പൊടി മാറ്റി വെച്ചാൽ മതി. ഞാനിവിടെ 2 തവണയായിട്ട് പൾസ് ചെയ്തെടുക്കുന്നത് കൊണ്ട് 2 തവണ മിക്സിയുടെ ജാറിലേക്ക് പൊടി ഇട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ പൊടി മാറ്റി വെച്ചത്. അപ്പോൾ ബാക്കിയുള്ള പൊടിയും ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് കട്ടയൊന്നും കട്ടാതെ നല്ല രീതിയിൽ തന്നെ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഈ പുട്ടുപൊടി കൈകൊണ്ട് പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കട്ടയാവുകയും വേണം, പൊടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞു പോവുകയും വേണം. ഇങ്ങനെയാവുമ്പോഴാണ് ഇതിൽ വെള്ളം കറക്റ്റാണെന്ന് അർത്ഥം. ഇനി നമുക്കിതുകൊണ്ട് പുട്ടുണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ 2 രീതിയിലാണ് പുട്ടുണ്ടാക്കിയെടുക്കുന്നത്. ഒന്ന് നമ്മൾ നോർമലി പുട്ടുണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ, രണ്ടാമത്തേതിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെജിറ്റബിൾസൊക്കെ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ പിന്നെ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയുടെ റോട്ടേഴ്സ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെ റോട്ടേഴ്സ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സവാള വല്ലാതെ അങ്ങോട്ട് വഴറ്റിയിട്ട് ബ്രൗൺ കളർ ആക്കൊന്നും വേണ്ട കേട്ടോ, ഇതൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. സവാള ക്രഞ്ചി ആയിരിക്കുമ്പോഴാണ് ടേസ്റ്റ്, അതുകൊണ്ട് സവാള ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കണ്ട. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കരുത്, കാരണം നമ്മളിത് പുട്ടുണ്ടാക്കിയെടുക്കുമ്പോൾ ഒന്നും കൂടി വെന്ത് കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക, കൂടി പോകരുത് കേട്ടോ. കാരണം ഇത് പുട്ടുപൊടിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കിയെടുക്കുന്നത്. പുട്ടുപൊടിയിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് നനച്ചെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഉപ്പ് പൊടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്കിത് പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുട്ടുണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിവിടെ ഒരു പുട്ടുകുറ്റി എടുത്തിട്ട് അതിലേക്ക് ചില്ലിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നനച്ചെടുത്ത പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക. ഞാനിത് 3 ലെയറായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്കിത് 2ഓ 3ഓ എത്ര ലെയർ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് പിന്നെ പുട്ടുപൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 3 ലെയറായിട്ട് പുട്ടുപൊടിയും തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 3ാമത്തെ ലെയർ പുട്ടുപൊടിയും തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പുട്ടുകുടത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പുട്ടുകുടത്തിന് മുകളിലേക്ക് ഈ പുട്ടുകുറ്റി വെച്ച് കൊടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. ഇതൊരു 5-6 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് ആവി കയറി കിട്ടും. അപ്പോൾ ഇത് കണ്ട ഒരു 5-6 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പുട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തിൽ നിന്നും എടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പുട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു പുട്ടാണിത്. ഇനി നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് മുഴുവനും നന്നായി തണുത്തതിന് ശേഷം ഈ പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓട്സിൽ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുട്ടുകുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആദ്യം പുട്ടുകുറ്റിയിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ ഇതിലേക്ക് 3 ലെയറായിട്ട് തേങ്ങയും പുട്ടുപൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ ചെയ്തതുപോലെ സ്റ്റീം ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിത് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഈ പുട്ടുകുടത്തിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതും ഒരു 5-6 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുട്ടും നമുക്കിവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്തുണ്ടാക്കിയ പുട്ടും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ ചേർത്തുണ്ടാക്കിയത് കൊണ്ട് ഈ പുട്ട് കഴിക്കാനായിട്ട് പിന്നെ വേറൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള 2 വ്യത്യസ്ത രീതിയിലുള്ള പുട്ട് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓട്സ് കൊണ്ട് നിങ്ങൾ ഇതുപോലെ പുട്ടുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഷുഗർ ഉള്ളവരും കൊളസ്ട്രോൾ ഉള്ളവരും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരുമൊക്കെ ഒരു നേരമെങ്കിലും ഓട്സ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഷുഗറും കൊളസ്ട്രോളും അമിതവണ്ണവും ഒക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ആളെന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്